ആ ടിപ്സ് മൈക്കിൽ കൂടെ പറഞ്ഞാൽ ബാക്കിയുള്ള MLA കേൾക്കും. ഞങ്ങൾക്ക് മാത്രമുള്ള ടിപ്പാണ്. അല്ല, ഞാൻ ഉപദേശം നൽകേണ്ട കാര്യമില്ല. അദ്ദേഹം യഥാർത്ഥം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ ഉപദേശിക്കാം. അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട്. ഏതായാലും ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് അദ്ദേഹം കുറെ കാലമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേന്ദ്രമില്ല, കേരളമില്ല, നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ പോലും ഇല്ലാത്ത സമയത്താണ് ഞാനിത് വളരെ ശക്തിയുക്തം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുന്ന ഐഡിയോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ PR സ്റ്റണ്ടുകൾ കൊണ്ടോ അല്ലാതെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ പറഞ്ഞ ഒരാൾ 4 പേരെങ്കിലും കേൾക്കുന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് തുറന്ന് പറഞ്ഞതും. അതുകൊണ്ട് വലിയ ദോഷങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞാൽ പല തെരഞ്ഞെടുപ്പ് എൻ്റെ പേര് അതിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഇനി 18 ദിവസവും പല ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10:15 ഇന്ന് വൈകിട്ട് അവിടെ പറഞ്ഞോ ഞാൻ ഇത്ര ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയോ കൈയടിക്ക് വേണ്ടിയോ പറഞ്ഞതല്ല. വളരെ ശക്തമായി നിൽക്കുന്ന ആളാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് മറ്റൊരു മുന്നണിയൊന്നും അങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല. എല്ലാ മുന്നണികളും എനിക്ക് വലിയ സൗഹൃദങ്ങൾ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പെരുമാറ്റം കൊണ്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു സമയത്ത് പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിരിക്കും. ഞാൻ ആ വിഷയം നിൽക്കൂ. ഞാൻ ആ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ് അതിന്റെ ഉത്തരമാണ് അല്പം മുമ്പ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്. അത് ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും പേര് നിൽക്കുക അവിടെ ഉള്ളവരോടാണല്ലോ പറഞ്ഞത്. അതൊരു ബാധ്യതയായി മാറില്ലേ? അത് എപ്പോഴും ഇല്ല, അതിനാണല്ലോ അതിനുള്ള ഉത്തരം. ഇത് ഈ 18 ദിവസവും ഈ ഒരു വിഷയം തന്നെ അല്ലല്ലോ ബാധ്യത. ഇത് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അതിന് നേതൃത്വം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് എൻ്റെ ഈ വിഷയത്തിലെ തീരുമാനം എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് മൊറാലിറ്റിയെ ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം. അതിന്റെ ഗുണമോ ദോഷമോ അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളുടെ തുടർച്ച ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലെ എൻ്റെ കൃത്യമായ നിലപാട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയൊരു ചോദ്യം ഉണ്ടാകുമെന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് നിരവധി ആളുകൾ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരികയാണ്. അപ്പൊ അവരോടൊക്കെ തൃപ്പൂണിത്തുറയിലടക്കം അങ്ങോടൊപ്പം ഉള്ള ആളുകളൊക്കെ തന്നെയാണ് വരുന്നത്. താരങ്ങളായ ആളുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സാഹചര്യമുണ്ടാവും. നല്ല പ്രവണതയാണോ? താരങ്ങളായ ആളുകൾക്ക് രാഷ്ട്രീയം കൊടുക്കുന്നതിന് നല്ല പ്രവണതയാണോ എന്ന് നമ്മൾക്ക് ഇവരെല്ലാം എന്തുമാത്രം പെർഫോം ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർ താരങ്ങളല്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അവരെ പലരെയും നമുക്ക് അറിഞ്ഞോളണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ബാക്കിയുള്ളവർ താരങ്ങളല്ല, ഇവർ താരങ്ങളാണ് എന്നുള്ളതേ ഉള്ളൂ. ഇവർ എന്തുമാത്രം പെർഫോം ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് 10-40ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പ്രചരണത്തിനിറങ്ങിയും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണത്തിന് പോവുകയും ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ, ഭാരത് ജോഡോ യാത്ര ഇവിടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ യാത്രയൊന്നുമല്ല, എന്നിട്ട് പോലും ഇടതുപക്ഷം ഉൾപ്പെടെ അതിനെ പരിഹസിക്കുമ്പോൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അതിൽ പങ്കെടുത്ത ഒരേ ഒരു കലാമേഖലയിലെ ആൾ ഞാനാണ്. ഒരേ ഒരാൾ, രണ്ടാമതൊരാൾ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യവും തോന്നുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇപ്പോഴെന്റെ ഏറ്റവും പ്രാധാന്യം പാലക്കാടുള്ള ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും തന്നെയാണ്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇനി ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്റെ പാലക്കാട് തൃപ്പൂണിത്തുറയും ഇപ്പൊ പാലക്കാടാണ് തൃപ്പൂണിത്തുറ. എന്നാൽ ഒരു കാര്യം രാഷ്ട്രീയപരമായ ഒരു കാര്യം ചെയ്തോട്ടെ. ഇപ്പൊ താങ്കൾ ഇപ്പൊ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ ഈ കോൺഗ്രസിലെ പല നേതാക്കളും മത്സരത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട്. പ്രായം കൊണ്ടും ഒക്കെ വയ്യാത്തവരൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാണ്. ബാബുചേട്ടൻ അവരോട് എന്താണ് പറയുന്നത്? ഇപ്പൊ സുധാകരന്റെ വിഷയങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്യുന്നു. ബാബുചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇത്ര രാഷ്ട്രീയ എക്സ്പീരിയൻസ്? അല്ല, അതിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഇപ്പോഴും പറയാം. എനിക്ക് കെ സുധാകരൻ്റെ സംഭാവനകളെ കുറിച്ച് യാതൊരു തർക്കമുള്ള ആളല്ല. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഒരു കുറവുമില്ല, അതുകൊണ്ട് പറയണതല്ല. പക്ഷെ MP-മാർ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഇവരിപ്പോൾ MP, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒരു MP-ക്ക് അനുവാദം കൊടുത്താൽ മറ്റൊരു MP-ക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് സുധാകരൻ്റെ വലിപ്പം ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്
കേരളത്തിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചുമുണ്ട്. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം MP യുമാണ്. അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടി നേതൃത്വം ബാക്കി കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് ആദരവ് കുറവുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഈ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് എന്റെ അച്ഛനും അമ്മയൊന്നും പാലക്കാട് പ്രചരണത്തിനൊന്നും വരുന്നതായിരിക്കില്ല. ഞാൻ ജസ്റ്റ് അവരൊന്നും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ അവിടെ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അവർക്ക് ചെറിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളുകളെ അതുപോലെ യൂത്ത് കോൺഗ്രസിന് വലിയ വേണ്ട പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ 140 മണ്ഡലത്തിലും എല്ലാവരും ഏകപക്ഷീയമായിട്ട് ഒരാൾ മതി എന്ന് പറയുന്നത് ഒരു 2-3 മണ്ഡലങ്ങളുണ്ട്. ആരെ പറഞ്ഞാലും തത്തുല്യമായ അർഹതയുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ടാകും. അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അവർ പറയുന്ന ആൾ മത്സരിക്കുക എന്നുള്ളതേ ഉള്ളൂ.